അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തിരക്കല്ലല്ലോ? നമുക്കൊപ്പം തന്നെ തുടരാം. ഇപ്പോൾ മഴയാണ്, കനത്ത മഴ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെയും മറ്റന്നാളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മലയോര മേഖലയിൽ ജില്ലാ ഭരണകൂടങ്ങൾ രാത്രി യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യം നേരിടാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറെടുക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം കൊടുത്തു. തൃശൂർ ദേശമംഗലത്ത് സങ്കടകരമായൊരു വാർത്തയുണ്ട്. ഭാരതപ്പുഴയിൽ 3 കുട്ടികൾ ഇന്ന് ഒഴുക്കിൽപ്പെട്ടു. അതിഥി തൊഴിലാളികളുടെ മക്കളാണ് ഒഴുക്കിൽപ്പെട്ടു പോയത്. ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. 3 കുട്ടികൾ ഒഴുക്കിൽപ്പെട്ട കാര്യത്തിൻ്റെ വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി ചേരും. അതുപോലെ മഴ മുന്നറിയിപ്പിൻ്റെ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ്. അതുപോലെ കോഴിക്കോട് മഴ നന്നായി പെയ്യുന്നുണ്ട്, അവിടെ നിന്ന് രാഹുൽ സുരേഷ്. പത്തനംതിട്ടയിൽ മഴ തകർക്കുന്നു എന്ന രീതിയിൽ വാർത്ത വരുന്നു, അവിടെ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരനും ചേരും. ആദ്യം നമുക്ക് സൂരജ് സജിയിലേക്ക് പോകാം. 3 കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടു എന്നുള്ള സങ്കടകരമായ വാർത്തയിലേക്കാണ് സൂരജ് സജി നമ്മളെ നയിക്കുന്നത്. സൂരജ്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? SKN തൃശൂർ ദേശമംഗലത്താണ് ഈ ഭാരതപ്പുഴയിൽ 3 കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടത്. അതിഥി തൊഴിലാളികളുടെ മക്കളാണ് ഈ ഒഴുക്കിൽപ്പെട്ടതെന്ന് മാത്രമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഈ മേഖലയിലെല്ലാം തന്നെ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം തന്നെ ദുഷ്കരമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ 16 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കണ്ട് നാട്ടുകാരാണ് ആദ്യം ഈ കുട്ടിയെ കാണുന്നത്. പിന്നീട് ഈ കുട്ടിയെ രക്ഷിച്ച് കയറ്റുന്ന സമയത്ത് അവശനിലയിലായ കുട്ടിയാണ്. തന്നോടൊപ്പം 2 പേർ കൂടി ഉണ്ടായിരുന്നു എന്ന വിവരം ഈ നാട്ടുകാരെ അറിയിക്കുന്നത്. പിന്നീട് നാട്ടുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സും പോലീസും ചേർന്നുകൊണ്ടാണ് ഈ ഭാരതപ്പുഴയിൽ ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ഭാരതപ്പുഴയിൽ വലിയ രീതിയിലുള്ള ഈ കുടിവെള്ളക്ഷാമം ഉൾപ്പെടെ രൂക്ഷമായ സാഹചര്യത്തിൽ ഈ മലമ്പുഴ ഡാം തുറന്നിരുന്നു. അതേ തുടർന്ന് തന്നെ ഈ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ 2 ദിവസമായി ഇതിന്റെ ഭാരതപ്പുഴയുടെ വൃഷ്ടിപ്രദേശങ്ങളിലെല്ലാം ഈ കനത്ത മഴ കൂടി തുടരുന്നത്. ഈ സാഹചര്യത്തിൽ ഭാരതപ്പുഴയിൽ വലിയ രീതിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതിനിടയിലാണ് ഈ കുട്ടികൾ കുളിക്കാൻ ഇറങ്ങിയതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെയും ഈ ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ 16 വയസ്സുകാരൻ ഈ ഒഴുക്കിൽപ്പെട്ട് മരിച്ചിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെയാണ് ആ കുട്ടി അലൻ എന്ന 16 വയസ്സുകാരനെ ഈ ചെറുതുരുത്തിയിൽ നിന്ന് കണ്ടെത്തിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ദേശമംഗലത്തും സമാനമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിൽ 2 പേരെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തൃശ്ശൂരിന്റെ മലയോര മേഖലകൾ പ്രത്യേകിച്ച് അതിരപ്പള്ളിയിലെല്ലാം കനത്ത മഴ പെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉച്ചയ്ക്ക് 2:30 തുടങ്ങിയ മഴയാണ് 4:30 വരെ കനത്ത രീതിയിൽ ഈ മഴ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നേരിയ ആശ്വാസമുണ്ടെങ്കിൽ പോലും ഈ അതിരപ്പള്ളിയുടെ വനമേഖലയിൽ കനത്ത മഴ പെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഭാരതപ്പുഴയുടെ വൃഷ്ടിപ്രദേശങ്ങളിലെല്ലാം തന്നെ കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഓക്കെ, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് ചേർന്നത്. ഇനി നമുക്ക് സംസ്ഥാനത്തുടനീളം നാളെയും മറ്റന്നാളും തീവ്ര മഴയുടെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഈ മഴ അലേർട്ടിനെ കുറിച്ച് വിവരങ്ങൾ നൽകാൻ MG പ്രതീഷ് കൂടി നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, പറയൂ, എന്തൊക്കെയാണ് വിവരങ്ങൾ? എന്തെല്ലാം ജാഗ്രതകൾ പാലിക്കണം എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി നമ്മോട് പറയുന്നത്? SKN വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് അതിതീവ്ര മഴയുണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് നാളെയും മറ്റന്നാളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിതീവ്രമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന റെഡ് അലർട്ട്. അതുകൊണ്ട് തന്നെ ഈ 3 ജില്ലകളിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിട്ടുണ്ട്. നിലവിൽ കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. അതിശക്തമായ മഴ പെയ്യുമെന്ന സൂചനയാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിശക്തമായ മഴ വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത ജനങ്ങൾ പാലിക്കണം. മലയോര മേഖലകളിലുള്ളവരാണ് പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടത്. മലയോര മേഖലകളിലേക്കുള്ള യാത്ര പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലെ ഉത്തരവ് അല്പസമയം മുമ്പ് കളക്ടർ പുറത്തിറക്കിയിരുന്നു. ഈ മലയോര മേഖലകളിൽ പരമാവധി 7 മണിക്ക് ശേഷം യാത്ര ചെയ്യരുതെന്നാണ് നിർദ്ദേശം. ഉരുൾപൊട്ടലിന് സാധ്യതയുള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന കാര്യം. തീരദേശ മേഖലയിലുള്ളവരും ജാഗ്രത പാലിക്കണം. കാരണം നാളെയോടുകൂടി തന്നെ ആൻഡമാൻ കടലിൽ കാലവർഷം എത്തുമെന്നതാണ് മുന്നറിയിപ്പ്. മെയ് 22 ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദത്തിനും സാധ്യതയുണ്ട്. ഈ ന്യൂനമർദ്ദം പിന്നീട് തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ മാറ്റമില്ലാതെ തുടരുമെന്നും നമുക്ക് ഈ മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിലവിൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും നിരോധനമുണ്ട്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളും തീരമേഖലയിലുള്ളവരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ
സംസ്ഥാന സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട്. SKN. താങ്ക് യു MJ പ്രതീഷ്. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഇപ്പോൾ മഴ തകർത്ത് പെയ്യുന്നു എന്നാണ് ഞങ്ങളുടെ വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി, അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് MJ പ്രതീഷ്, കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ്, പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാർ എന്നിവർ തത്സമയ വിവരങ്ങളുമായി ചേരുകയാണ്. ഇനി നമുക്ക് കോഴിക്കോട്ടേക്ക് രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ, കോഴിക്കോട് എന്താണ് സ്ഥിതി? കാര്യമായി മഴ പെയ്യുന്നുണ്ടോ? കോഴിക്കോട് ജില്ലയിൽ പൊതുവെ ഏതെങ്കിലും സ്ഥലത്ത് മഴ തകർത്ത് പെയ്യുന്ന സ്ഥലങ്ങളുണ്ടോ? SKN, കോഴിക്കോട് ജില്ലയിൽ വൈകിട്ട് 4 മണി മുതൽ അതിശക്തമായ മഴയായിരുന്നു രേഖപ്പെടുത്തിയത്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് നഗരത്തിലാണ്. അതിശക്തമായ മഴയ്ക്ക് ഈ നിമിഷം ഒരു ശമനമുണ്ട്. മാത്രമല്ല വടകര, കുറ്റ്യാടി മേഖലകളിലും അതിശക്തമായ മഴ കുറഞ്ഞു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ അതിശക്തമായ മഴ ലഭിക്കുന്ന സ്ഥലങ്ങൾ പ്രധാനമായും കൊയിലാണ്ടി, ബാലുശ്ശേരി, മറ്റൊന്ന് ബേപ്പൂർ തുടങ്ങിയ മേഖലയിലാണ് ഈ നിമിഷം അതിശക്തമായ മഴ ലഭിക്കുന്നത്. മറ്റിടങ്ങളിൽ ഭേദപ്പെട്ട മഴ ലഭിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം ആശ്വാസകരമായ വാർത്ത, മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ, മഴ മൂലമുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കോഴിക്കോട് നഗരത്തിൽ നേരിയ വെള്ളക്കെട്ട് വിവിധയിടങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായ മഴയിൽ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. അതിൽ പ്രതിപക്ഷം, കോർപ്പറേഷനിൽ തന്നെ പ്രതിപക്ഷം ആരോപണമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതായത് മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്താത്തത് മൂലം വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ട്, അത് ഉടൻ തന്നെ പരിഹരിക്കണമെന്ന് കോർപ്പറേഷനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള പ്രവൃത്തികളെല്ലാം തന്നെ ജില്ലയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. നിലവിൽ കോഴിക്കോട് നഗരത്തിൽ മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ മലയോര മേഖലയിൽ ഉൾപ്പെടെ മഴ തുടരുന്നുണ്ട്. അതീവ ജാഗ്രതയിലാണ് ജില്ല. SKN. ഓക്കെ, താങ്ക് യു രാഹുൽ സുരേഷ്. ഇനി പത്തനംതിട്ടയിലും മഴ കാര്യമായി പെയ്യുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, എന്തൊക്കെയാണ് അവിടെ നിന്ന് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ? പറയൂ. SKN, ഇന്ന് 3 മണി മുതൽ ജില്ലയുടെ മലയോര മേഖലകളിൽ മഴ തിമിർത്ത് പെയ്യുകയാണ്. ചിറ്ററായിക്കോട്ടെ, വടശ്ശേരിക്കരയുടെ പകുതി ഭാഗമായിക്കോട്ടെ, ശബരി പാത ആയിക്കോട്ടെ, ആ മേഖലകളിലൊക്കെ തന്നെ കാര്യമായ രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു 2 മണിക്കൂറായി പത്തനംതിട്ട നഗരത്തിലും നഗരത്തിന്റെ പരിസര പ്രദേശത്തുള്ള മണ്ണാറക്കുളഞ്ഞി, മലയാലപ്പുഴ അടക്കമുള്ള മേഖലകളിലും ശക്തമായി തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ ശബരി പാതയിൽ മാടമൺ പ്രദേശത്ത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച, അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ഒരു ബസ്സിനു നേരെ ഇത്തരത്തിൽ മരം വീണ അപകടമുണ്ടായിരുന്നു. രാത്രികാല യാത്രകൾക്ക് കർശനമായ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരു എക്സംഷൻ കൊടുത്തിരിക്കുന്നത്, ഒഴിവാക്കിയിരിക്കുന്നത് ശബരിമല തീർത്ഥാടകരെയാണ്. ശബരിമല തീർത്ഥാടകർക്ക് പക്ഷേ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ഗവി പോലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇതിനകം തന്നെ അടച്ചിട്ടുണ്ട്. ആ മേഖലകളിലേക്ക് വിനോദസഞ്ചാരികളെ കടത്തിവിടില്ല എന്ന് ഇതിനകം തന്നെ അറിയിച്ചു കഴിഞ്ഞു. എന്തായാലും ശക്തമായ മുന്നൊരുക്കങ്ങളുമായി സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും മുന്നോട്ട് പോവുകയാണ്. റാന്നി, കോന്നി മേഖലകളിലടക്കം ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം സജ്ജീകരിച്ചു കഴിഞ്ഞു. ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റുമെന്നാണ് ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ അറിയിക്കുന്നത്. NDRF സംഘത്തെയും അല്ലെങ്കിൽ ഫയർഫോഴ്സ്, പോലീസ് അടക്കമുള്ള സേനകളോട് സദാ ജാഗരൂകരായിരിക്കാൻ ഇതിനകം തന്നെ നിർദ്ദേശം വന്നു കഴിഞ്ഞു. എന്തായാലും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനോടും ജില്ല വിട്ട് പുറത്തു പോകരുതെന്ന കർശനമായ നിർദ്ദേശം, അതൊരു ഉത്തരവായി തന്നെ ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. എന്തായാലും നാളെ റെഡ് അലേർട്ടാണ്, ഇന്ന് ഓറഞ്ച് അലേർട്ട്. പക്ഷേ ഇന്ന് റെഡ് അലേർട്ടിന് സമാനമായ രീതിയിൽ ഉള്ള ജാഗ്രത തുടരണം. രാത്രികാലങ്ങളിൽ ഒരു കാരണവശാലും യാത്ര ചെയ്യരുത്, അത് മലയോര മേഖലയിലേക്ക് ഒരു കാരണവശാലും യാത്ര ഉണ്ടാകരുത് എന്ന് കർശനമായ നിർദ്ദേശം ജില്ലാ ഭരണകൂടം ഇതിനകം തന്നെ അറിയിച്ചു കഴിഞ്ഞു. SKN. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത് ശ്രീകുമാരൻ. ഈ മുരളി ഗോപാലൻ ഈ ഭാരതപ്പുഴയുടെ ദേശമംഗലം ഭാഗത്ത് 3 കുട്ടികൾ ഒഴുക്കൽപ്പെട്ടു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നു, കുട്ടികളോട് ഒന്ന് 24 പറയൂ, ഈ നീന്തലറിയാത്ത കുട്ടികൾ ഒഴുക്കുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വെള്ളത്തിൽ കുളിക്കാൻ ശ്രമിക്കരുതെന്ന് പറയൂ. മഴക്കാലമാണ്, എല്ലാ കുട്ടികളും എല്ലാ ജാഗ്രതകളും പാലിക്കണം. അറിയില്ല, ഈ കുറ്റാലത്തൊക്കെ സംഭവിച്ച പോലെ എപ്പോഴാണ് ഈ മലവെള്ളം പാഞ്ഞു വരുന്നതെന്ന് നമുക്ക് ഈ സമയത്ത് അറിയാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ വനമേഖലയ്ക്ക് അടുത്തൊക്കെ താമസിക്കുന്ന ആളുകൾ എല്ലാവിധമായ മുൻകരുതലുകൾ എടുക്കണം. ഏത് സമയത്താണ് ഉരുൾപൊട്ടി വരുന്നതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഈ നീന്തൽ നന്നായി അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾ കുളിക്കാൻ ഇറങ്ങാവൂ. ഇങ്ങനെയുള്ള ആഴമുള്ള പ്രദേശങ്ങളിൽ വലിയ ജാഗ്രത ഈ സമയത്ത് നമ്മൾ പാലിക്കണം. ഇനി കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയം തീക്കളിയാണെന്ന് ഒരുപാട് തവണ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. പല കുടുംബങ്ങളും ഇപ്പോഴും കണ്ണീരും ഒക്കെ ആയിട്ട് കഴിയുന്നുണ്ട്. വീട്ടിലുള്ള ആളുകളെ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഈ രാഷ്ട്രീയം മാറുമ്പോൾ പല ആളുകൾക്കും അഭിപ്രായങ്ങൾ മാറും. പക്ഷേ വീട്ടിലെ ആളുകളെ നഷ്ടപ്പെട്ടവർക്ക് ഒരിക്കലും അതൊരു തീരാത്ത കണ്ണുനീരായി അവശേഷിക്കും. അവർക്ക് അഭിപ്രായം മാറാനും പറ്റില്ല. ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ പൊട്ടിത്തെറിയിൽ ശരീരഭാഗങ്ങൾ നഷ്ടപ്പെട്ട പലരും ഇന്ന് ജീവച്ഛവങ്ങളായി പല സ്ഥലങ്ങളിലും കഴിയുന്നു എന്നതും നമ്മളെ നൊമ്പരപ്പെടുന്ന കാര്യമാണ്.
ഇതിന് അറുതി വരുത്താനായിരിക്കണം എല്ലാ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ കക്ഷികളും ശ്രമിക്കേണ്ടത്. സ്മാരകങ്ങൾ നിർമ്മിച്ചും സഹായങ്ങൾ നൽകിയും ഇക്കൂട്ടരെ സഹായിക്കുന്നത് ചെറുക്കണം എന്ന് തന്നെയാണ് ജനാഭിപ്രായം. കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം പാനൂരിൽ CPIM പണിയുന്ന രക്തസാക്ഷി സ്മാരകമാണ്. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ഷൈജു, സുബീഷ് എന്നിവർക്കാണ് രക്തസാക്ഷി സ്മാരകം പണിയുന്നത്. ബോംബ് നിർമ്മാണം, ബോംബാക്രമണം, നിർമ്മാണത്തിനിടെയുള്ള സ്ഫോടനം എന്നിവയെല്ലാം കണ്ണൂരിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ പുത്തിരിയല്ലെന്ന് കാണാം. എന്നാൽ പാനൂർ ചെറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവർ CPIMന്റെ ഔദ്യോഗിക രക്തസാക്ഷികളാണ്. ഇവർക്കായുള്ള രക്തസാക്ഷി സ്മാരകവും ഉദ്ഘാടനത്തിന് സജ്ജമായി കഴിഞ്ഞു. RSSന്റെ ഏകപക്ഷീയമായ ആക്രമണങ്ങൾക്കെതിരെ പ്രതിരോധം ഒരുക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവരെന്നാണ് ഇവരെക്കുറിച്ച് CPIMന്റെ ഔദ്യോഗിക വിശദീകരണം. ജൂൺ 6 പാനൂർ ഈസ്റ്റ് ചെറ്റക്കണ്ടിയിലെ കാക്രോട്ട് ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായത്. CPIM പ്രവർത്തകരായിരുന്ന ഷൈജു, സുബീഷ് എന്നിവർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. 4 പേർക്ക് പരിക്കേറ്റു. സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നായിരുന്നു അന്നത്തെ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വിശദീകരണം. സംസ്ഥാന സെക്രട്ടറി തള്ളിപ്പറഞ്ഞെങ്കിലും CPIM കണ്ണൂർ ജില്ലാ നേതൃത്വം ആരെയും കൈവിട്ടില്ല. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇരുവരുടെയും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത് അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ. സംസ്കരിച്ചത് ഈസ്റ്റ് ചെറ്റക്കണ്ടി AKG നഗറിലെ പാർട്ടി വക ഭൂമിയിൽ. 2016 മുതൽ ഷൈജു, സുബീഷ് രക്തസാക്ഷി ദിനാചരണത്തിനും തുടക്കമിട്ടു. CPIM രക്തസാക്ഷികളുടെ ഔദ്യോഗിക പട്ടികയിലും ഇരുവർക്കും ഇടം നൽകി. RSSന്റെ ഏകപക്ഷീയ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനിടെയുള്ള രക്തസാക്ഷിത്വമെന്ന് വിശദീകരിക്കുകയാണ് CPIM. പാർട്ടി ഘടകങ്ങളിൽ നിന്ന് ധനസമാഹരണം നടത്തിയാണ് രക്തസാക്ഷി സ്മാരകത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇക്കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എത്ര നിർവീര്യമാക്കിയാലും വീണ്ടും വീണ്ടും പൊട്ടിത്തെറിക്കുന്ന പാരമ്പര്യം പേറുന്നതാണ് കണ്ണൂരിൻ്റെ ബോംബ് രാഷ്ട്രീയം. രക്തസാക്ഷി അവകാശവാദങ്ങളുടെ ആഭ്യന്തര വൈരുദ്ധ്യത്തെ കേവല ന്യായീകരണം കൊണ്ട് മറികടക്കാനാകുമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. കഴിഞ്ഞ 3 വർഷത്തിനിടെ മാത്രം കണ്ണൂർ ജില്ലയിലെ 8 സ്ഫോടനങ്ങൾ നടന്നതായാണ് പോലീസിന്റെ കണക്ക്. ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ 1998 ശേഷം 10 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 6 പേർ CPIM പ്രവർത്തകരും 4 പേർ RSS പ്രവർത്തകരുമാണ്. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലായി നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. 5 വർഷത്തിനിടെ ജില്ലയിലെ വിവിധയിടങ്ങളിലായി പോലീസ് കണ്ടെടുത്ത് നിർവീര്യമാക്കിയത് 250 ബോംബുകൾ. കണ്ടെത്താത്തവ വേറെ. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസമാണ് പാനൂർ മൂളിയാത്തോട് ബോംബ് നിർമ്മിക്കുന്നതിനിടെയുണ്ടായ സ്ഫോടനത്തിൽ CPIM അനുഭാവിയായ ഷെറിൻ കൊല്ലപ്പെട്ടത്. രാഷ്ട്രീയ കക്ഷികൾ ആരായാലും ന്യായവാദങ്ങൾ എന്തുതന്നെയായാലും ബോംബുകൾക്ക് ജനാധിപത്യത്തിൻ്റെ രാഷ്ട്രീയം പങ്കുവെക്കാനേ ഉണ്ടാകില്ലെന്നുറപ്പാണ്. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ. ദേവിക ദേവിയുടെ ഒരു യൂട്യൂബ് സന്ദേശം. ദേവി പറയുന്നത് ഇവിടെ ഒടുക്കത്തെ മഴയാണ്. കോതമംഗലത്തിന് അടുത്ത് ഉച്ചയ്ക്ക് തുടങ്ങിയ ഇടിയും മഴയുമാണ്. തൊട്ടടുത്ത വീട്ടിലുള്ളൊരു കുട്ടിക്ക് മിന്നലേറ്റു. ആ കുട്ടി ഇപ്പോൾ ഹോസ്പിറ്റലാണ്. ഇനി എന്തൊക്കെ വരുമോ ആവുമോ? ദേവിക ദേവി ടെൻഷനാക്കാതെ ഇരിക്കുക, നമുക്കതല്ലേ മാർഗമുള്ളൂ. എന്തായാലും ജാഗ്രത പാലിക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൻ്റെ പല ജില്ലകളിലും, പ്രത്യേകിച്ച് പത്തനംതിട്ട, തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ഇങ്ങനെയുള്ള ജില്ലകളിലൊക്കെ തന്നെ കാര്യമായി മഴ പെയ്യുന്നുണ്ട്. തൃശ്ശൂരിലും അത്യാവശ്യത്തിനധികം മഴയുണ്ട്. മറ്റ് ജില്ലകളിലൊക്കെ തന്നെ നേരിയ മഴ പെയ്യുന്നു. ചില സ്ഥലങ്ങളിൽ നല്ല കാറ്റും ശക്തമായി വീശുന്നുണ്ട്. സോളാർ സമരം പെട്ടെന്ന് അവസാനിച്ചെങ്കിലും അതേ ചൊല്ലിയുള്ള വിവാദം പെട്ടെന്നൊന്നും ഒടുങ്ങാൻ പോകുന്നില്ല. കൂടുതൽ പേർ അവരുടെ ഓരോ ഭാഗം വിശദമായി വിശദീകരിക്കാൻ രംഗത്ത് വന്നതോടെ കൂടുതൽ ഈ വിവാദം പുകയുകയാണ്.
ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒത്തുതീർപ്പിന് വേണ്ടിയാണോ CPM സോളാർ സമരം അവസാനിപ്പിച്ചതെന്ന് കെ രമ MLA സംശയിക്കുന്നു എന്നുകൂടി ഇന്ന് പറഞ്ഞു വെച്ചു. TP കേസിൽ ഒത്തുതീർപ്പ് ഉണ്ടായിട്ടില്ലെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്നും ആവർത്തിച്ചു. സോളാർ സമരം അവസാനിപ്പിക്കാൻ താൻ ഒരു ഇടപെടലും നടത്തിയിട്ടില്ലെന്ന NK പ്രേമചന്ദ്രൻ MP-യും. CPIM നേതൃത്വം നൽകിയ ഏറ്റവും വലിയ സമരം 30 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിച്ചതെന്തെന്ന ചോദ്യം 2013 ഓഗസ്റ്റ് 13 മുതൽ ഉയരുന്നുണ്ട്. 11 വർഷങ്ങൾക്കിപ്പുറവും ഈ ചോദ്യം രാഷ്ട്രീയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെക്കുകയും ചെയ്യുന്നു. കരുതലോടെയുള്ള പ്രതികരണങ്ങളാണ് മുന്നണി നേതൃത്വങ്ങളുടേത്. CPIM മുൻകൈയെടുത്ത് സോളാർ സമരം ഒത്തുതീർപ്പാക്കിയെന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലിനോടാണ് കെ രമയുടെ പ്രതികരണം. TP കേസിനെക്കുറിച്ച് ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖനത്തിൽ പരാമർശിക്കുന്നില്ല. എന്നാൽ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ അന്വേഷണം ഉന്നതരിലേക്ക് എത്താതിരിക്കാൻ CPIM അന്നത്തെ UDF സർക്കാരുമായി ഒത്തുതീർപ്പുണ്ടാക്കിയെന്ന സംശയം ആദ്യം മുതലേ ഉണ്ടായിരുന്നുവെന്ന് കെ രമ MLA. എന്തോ ചില അന്തർധാരകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് ഞാനും അന്നേ പറഞ്ഞതാണ്. അത് എന്താണ് എന്നത് വെളിപ്പെടുത്താനോ തെളിയിക്കാനോ നമ്മളെ കയ്യിൽ ഒരു ഡാറ്റയുമില്ല. പക്ഷേ അങ്ങനെ പൊടുന്നനെ ഒരു സമരം ഒത്തുതീർപ്പാകണമെങ്കിൽ അതിനകത്ത് മറ്റ് വല്ലതും ഉണ്ടായിരുന്നോ എന്നുള്ള സംശയം സ്വാഭാവികമാണ്. ആ സംശയം ഉണ്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒത്തുതീർപ്പുണ്ടായിട്ടില്ലെന്നും സമരം അവസാനിപ്പിച്ചതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടത് CPIM ആണെന്നുമാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നിലപാട്. സ്വാഭാവികമായിട്ടും CPM അത് വിശദീകരിക്കേണ്ടി വരുമല്ലോ. TP ചന്ദ്രശേഖരൻ കേസിൻ്റെ ഒരു ഹിസ്റ്ററി നിങ്ങളുടെ അടുത്ത് നോക്കിയാൽ മതി. അതിൻ്റെ മുഴുവനുള്ള ക്രോണോളജിക്കൽ ഓർഡറിൽ നോക്കിയാൽ മതി. TP ചന്ദ്രശേഖരൻ കേസിൻ്റെ എല്ലാ ഘട്ടങ്ങളും കൃത്യമായി ഞങ്ങൾ കൊണ്ടുപോകുന്നു. ജോൺ മുണ്ടക്കയം പറയും പോലെ താൻ ഒത്തുതീർപ്പ് ചർച്ചയുടെ ഭാഗമായിട്ടില്ലെന്ന് വിശദീകരിച്ച് NK പ്രേമചന്ദ്രനും ഇന്ന് രംഗത്തെത്തി. സമരം അവസാനിപ്പിച്ചത് ധാരണപ്രകാരമല്ലെന്നും അന്ന് LDF ഒപ്പമായിരുന്ന NK പ്രേമചന്ദ്രൻ. അത് പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. ഇടതു ജനാധിപത്യ മുന്നണിയുടെ യോഗം അങ്ങനെ എന്നെ ചുമതലപ്പെടുത്തുകയോ ഏതെങ്കിലും തരത്തിലുള്ള UDF നേതൃത്വവുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരിടപെടൽ നടത്തുകയോ ഞാൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അന്ന് ആ സമരം അവസാനിക്കുന്നു എന്ന് ഞാൻ അറിയുന്നത് തന്നെ സെക്രട്ടേറിയറ്റ് നടയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ്. ഒട്ടും ന്യായമല്ലാത്ത സമരം നടത്തിയതിന് CPIM മാപ്പ് പറയണമെന്ന് ചാണ്ടിയുമ്മൻ ആവശ്യപ്പെട്ടു. സമരം അവസാനിപ്പിക്കാൻ അന്നത്തെ സർക്കാർ ശ്രമിച്ചെങ്കിൽ അത് ക്രമസമാധാനം മുൻനിർത്തിയായിരിക്കുമെന്ന് ന്യായീകരണം. അതേക്കുറിച്ച് ഞാനങ്ങനെ കമന്റ് പറയാം, അദ്ദേഹത്തിന് അറിവുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ അതിന് പ്രിവിയല്ല, ഞാനതിന് സാക്ഷിയുമല്ല. അപ്പോൾ അങ്ങനൊരു ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. കാരണം ജനങ്ങളുടെ സംരക്ഷണമാണ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം. വിവാദത്തിൽ CPM സംസ്ഥാന സെക്രട്ടറിയോ LDF കൺവീനറോ മറ്റ് മുതിർന്ന നേതാക്കളോ പ്രതികരിച്ചിട്ടില്ല. TP കേസിൽ കെ രമ തന്നെ സംശയം ഉന്നയിച്ചതോടെ UDFും പ്രതിരോധത്തിലായി. സമരം പിൻവലിച്ച രീതിയെ അന്ന് തന്നെ എതിർത്ത CPIക്ക് പുതിയ വിവാദത്തിലും അതൃപ്തിയുണ്ട്. വിദേശ സന്ദർശനം കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അന്ന് CPIM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ തന്നെ ഈ വിവാദങ്ങൾക്ക് മറുപടി നൽകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. VA ഗിരീഷ്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെയും മറ്റന്നാളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1-2 യൂട്യൂബ് സന്ദേശങ്ങൾ വായിക്കാം. ഗീത വിശ്വനാഥൻ പറയുന്നത്, ഞാൻ ഇന്തോനേഷ്യയിൽ ഇരുന്നാണ് ഇപ്പോൾ 24 കാണുന്നത്. ഇവിടെ നല്ല മഴയാണ്. അവിടെയും മഴയാണോ? ഇന്തോനേഷ്യ, അവിടെ നമ്മുടെ ഒരുപാട് മലയാളി സുഹൃത്തുക്കളുണ്ട്. ഈ സാജൻ സജി പറയുന്നത് പുല്ലൂരിൽ നല്ല മഴ പെയ്യുന്നു എന്ന്. അപ്പോൾ മിക്ക സ്ഥലങ്ങളിലുമൊക്കെ നല്ല മഴയുണ്ടെന്നാണ്. ബീന ബിജു പറയുന്നു തൃശ്ശൂരിലൊക്കെ ശക്തമായ മഴ കിട്ടിയെന്ന് പറയുന്നു. ഇതുവരെ എന്തൊരു ചൂടെന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ ഭയങ്കര മഴ എന്നുള്ള രീതിയിലേക്ക് മാറി. അപ്പം നിങ്ങൾ എല്ലാവിധമായ ജാഗ്രതകളും ഒക്കെ പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത സ്റ്റോറിയിലേക്ക് പോവുകയാണ്. നമ്മൾ സ്ഥാനത്തും അസ്ഥാനത്തും തെറി പറയുന്നൊരു ജനവിഭാഗമാണ് പോലീസ്. നമുക്ക് എന്തൊക്കെ കുറ്റവും കുറവും അവർക്കുണ്ടെങ്കിലും നമുക്ക് വേണ്ടി രാപ്പകൽ പണിയെടുക്കുന്നൊരു ജനവിഭാഗമാണ് നമ്മുടെ പോലീസുകാർ. ജോലിഭാരവും സമ്മർദ്ദവും ഇക്കാലത്ത് വളരെ വളരെ കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇടത്തും വലത്തും പോലീസുകാരുമായി നടക്കാൻ താല്പര്യമുള്ള നേതാക്കന്മാരുടെ
എണ്ണം നമ്മുടെ സംസ്ഥാനത്തും വളരെ കൂടി വരികയാണ്. പണ്ട് ജനങ്ങളിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ പലപ്പോഴും തെരഞ്ഞെടുപ്പ് കാലത്ത് തോറ്റെന്ന് വരും. പക്ഷേ ഇന്ന് അതല്ല, കൂടുതൽ പോലീസും പട്ടാളവുമായിട്ട് വരുന്ന ആളുകൾക്ക് മാർക്കറ്റ് കൂടിയൊന്നും എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസുകാരെ ക്രമസമാധാനത്തെക്കാളും കൂടുതൽ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും സംസ്ഥാനത്ത് ഉണ്ടാകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരും ഇതിലേക്ക് പോകുന്നു എന്നല്ല ഞാൻ പറഞ്ഞു, നല്ലൊരു സംഘം ആൾക്കാർ ഇതിലേക്ക് മാറുന്നുണ്ട്. പോലീസുകാർക്കിടയിൽ നിന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്ത ഇനി പറയട്ടെ. സംസ്ഥാനത്ത് 4 കൊല്ലത്തിനിടയിൽ ഈ സബ് ഇൻസ്പെക്ടർ ജോലി ഉപേക്ഷിച്ചു പോയത് 40 പേര്. 24 പേർ 5 കൊല്ലത്തേക്ക് അവധി അപേക്ഷിച്ച് സ്ഥലം വിട്ടു. മറ്റു ജോലികളിൽ പ്രവേശിച്ച ആളുകൾ 19 പേരുണ്ട്. മാനസിക സമ്മർദ്ദവും അമിത ജോലിഭാരവും മൂലമാണ് മറ്റു വരുമാന മാർഗങ്ങൾ തേടേണ്ടി വരുന്നതെന്നാണ് ഇവർ പറയുന്നത്. അമിത ജോലിഭാരവും മാനസിക സമ്മർദ്ദവും ലീവ് കിട്ടാൻ മേലുദ്യോഗസ്ഥരുടെ കാലുവരെ പിടിക്കേണ്ട അവസ്ഥയും വന്നതോടെയാണ് SC ബാച്ചിലെ ഉദ്യോഗസ്ഥർ തൊപ്പിയും യൂണിഫോമും ഊരിവെച്ച മറ്റു ജോലികൾ തേടിപ്പോകാൻ തുടങ്ങിയത്. 2020 ടെസ്റ്റ് പാസ്സായി 22 പാസിംഗ് ഔട്ട് നടത്തിയ 30 C ബാച്ചിൽ നിന്ന് 14 പേർ SI ജോലി ഉപേക്ഷിച്ചു. ഇതിനോടകം 163 പേരാണ് ഈ ബാച്ചിൽ ആകെ ഉണ്ടായിരുന്നത്. നിലവിൽ SI ട്രെയിനിങ്ങിലുള്ള 20 പേർ മറ്റു ജോലികൾ കിട്ടിപ്പോയി. 10 പേർ ജോലി വിട്ടുപോകാനായി അപേക്ഷ നൽകിയിട്ടുമുണ്ട്. പരിശീലനം പൂർത്തിയാകാത്തതിനാൽ നഷ്ടപരിഹാരം നൽകിയാണ് ഇവർ പോകുന്നത്. SI ജോലി ഉപേക്ഷിച്ച് പലരും പോകുന്നത് അതിനേക്കാൾ ശമ്പളം കുറവുള്ള മറ്റ് ജോലികൾ തേടിയാണ്. വീണ്ടും അത്തരം ജോലികളിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശീലനം കൂടി ഈ ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ടി വരും. പക്ഷേ മാനസിക സമ്മർദ്ദം കുറവുള്ള മറ്റു ജോലികൾ തിരഞ്ഞെടുത്താൽ ജീവിതത്തിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല എന്നതാണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. 24 മണിക്കൂർ ജോലി ചെയ്താൽ 24 മണിക്കൂർ റെസ്റ്റ് നൽകണമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഉത്തരവ്. പക്ഷേ ഈ ഉത്തരവ് നിലനിൽക്കെ പോലും നൈറ്റ് റെസ്റ്റ് പോലും പല ഉദ്യോഗസ്ഥർക്കും ലഭിക്കുന്നില്ലെന്ന പരാതി സേനയ്ക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഉയർന്നു കഴിഞ്ഞു. പല ഉദ്യോഗസ്ഥർക്കും ജോലിഭാരവും കൂടുതലാണ്. കേസുകൾ കൂടുതലുള്ള സ്റ്റേഷനുകളാണെങ്കിൽ സ്ഥിതി പറയുകയും വേണ്ട. മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായി SIമാർക്ക് ക്ലാസ് നൽകുന്നതിനിടയിൽ സ്വന്തം മാതാപിതാക്കൾക്കോ മക്കൾക്കോ ഭാര്യയ്ക്കോ അസുഖം വന്നാൽ ലീവ് കിട്ടാതെ വരുമ്പോൾ എങ്ങനെ സ്ട്രെസ് കുറയ്ക്കാനാകുമെന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ചോദ്യത്തിനുമേൽ മേലുദ്യോഗസ്ഥർക്ക് ഉത്തരം പോലും ഉണ്ടായിരുന്നില്ല. സേനയ്ക്കുള്ളിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ പലവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയെങ്കിലും ഇതൊന്നും ഫലം കണ്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ പറഞ്ഞ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ ശാരീരികക്ഷമത പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മാനസികമായുള്ള അവരുടെ കരുത്വം. അത് ഉണ്ടായാൽ മാത്രമേ സേനയുടെ മുറയിൽ പോലും തകരാതെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. സുരേഷ് ബാബു സൗത്ത് കൊറിയയിൽ നിന്ന് പറയുന്നു അവിടെ നല്ല കാലാവസ്ഥയാണെന്ന് പറയുന്നു. എന്തായാലും അത് നന്നായി. ഇപ്പോൾ സങ്കടകരമായ വാർത്ത വരുന്നു. തൃശ്ശൂർ ദേശമംഗലത്ത് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് ഒടുവിൽ കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. പട്ടാമ്പി, നിള, സേവന എന്നീ ആശുപത്രികളിലേക്ക് മൃതദേഹങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് മരിച്ചത്. സൂരജ് സജി അല്പം നിമിഷങ്ങൾക്കൊക്കെ നമുക്കൊപ്പം ചേരും. ഈ മഴക്കാലത്ത് കുട്ടികൾ, നീന്തറിയാത്ത കുട്ടികളെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കുളിക്കാൻ ഇറങ്ങരുതെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഇനി കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. ഈ വിരകത്തോട്, ഈ വേർപാടിനോട് ഈ കുട്ടികളുടെ വീട്ടുകാർ എങ്ങനെ പൊരുത്തപ്പെടും എന്ന് നമുക്കൊരു നിശ്ചയവുമില്ല. കാരണം അവർക്കായിരിക്കുമല്ലോ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സൂരജ് സജി, വിശദാംശങ്ങൾ. വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ ദേശമംഗലത്ത് ഒരു കുട്ടി, അതായത് നമുക്ക് ലഭിക്കുന്ന ഇപ്രകാരമാണ്. അതായത് 6 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടിയെ ഈ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിൽ പ്രദേശവാസികൾ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് ഈ കുട്ടിയെ രക്ഷിച്ചതിന് ശേഷം ഈ കുട്ടിയോട് വിവരങ്ങൾ ചോദിച്ചപ്പോഴാണ് 2 പേർ കൂടി ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ടെന്ന വിവരം ഈ കുട്ടി ഇവർക്ക് കൈമാറുന്നത്. തുടർന്ന് ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാരും പോലീസും എല്ലാം ചേർന്ന് വലിയ രീതിയിൽ ഈ മേഖലയിൽ തിരച്ചിൽ നടത്തിയത്. പിന്നീടാണ് ഈ 15ഉം അതുപോലെ തന്നെ 16 വയസ്സും പ്രായം തോന്നിക്കുന്ന
ഇരിക്കുന്ന ഒരു പെൺകുട്ടിയെയും ആൺകുട്ടിയെയും ഈ ഭാരതപ്പുഴയിൽ നിന്ന് കണ്ടെത്തുന്നത്. പക്ഷേ ഇവരെ രക്ഷിച്ച് കരക്കെത്തിച്ചെങ്കിൽ പോലും ജീവൻ രക്ഷിക്കാനായില്ല, അതിനുള്ളിൽ മരിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ഇവരെ പട്ടാമ്പിയിലെ ആശുപത്രിയിലേക്ക്, അത് നിള, സേവന എന്നീ 2 ആശുപത്രികളിലേക്ക് മാറ്റുകയായിരുന്നു. പക്ഷേ അപ്പോഴും അങ്ങോട്ടേക്ക് എത്തിക്കുമ്പോൾ പോലും ഈ ഹൃദയത്തിന് ചെറിയ ഇടുപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ജീവൻ രക്ഷിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഈ നാട്ടുകാരെല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല എന്ന സങ്കടകരമായ വാർത്തയാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഭാരതപ്പുഴയിൽ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കാതെ കുട്ടികൾ ഇങ്ങോട്ടേക്ക് കുളിക്കാൻ എത്തുന്നതാണ് തുടർച്ചയായി അപകടങ്ങൾക്ക് ഇടയാക്കുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന എസ് കെ. ഓക്കെ, സൂരജ് സജിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മറ്റൊരു വാർത്തയിലേക്ക് നമ്മളിനി കടക്കുകയാണ്. എന്തായാലും ഈ കൂടുതൽ ജാഗ്രതകൾ, നീന്തലറിയാത്ത ആളുകളൊക്കെ തന്നെ ജലാശയങ്ങളിലേക്ക് ഇറങ്ങരുത് എന്ന ഒരു അഭ്യർത്ഥന കൂടി നമ്മൾ നടത്തുകയാണ്. സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ഭിന്നതയും നേതാക്കളുടെ പ്രതികരണങ്ങളും നമ്മൾ മുമ്പ് ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളം ബൂത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ CAA വിഷയത്തിൽ അടക്കം സമസ്ത മുഖപത്രത്തിൽ ഇടം പിടിച്ച വിമർശനങ്ങളും പ്രേക്ഷകർ ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും. അത് ലീഗിനെ ചെറുതായിട്ടൊന്നുമല്ല അലോസരപ്പെടുത്തിയിട്ടുള്ളത്. സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങിൽ പാണക്കാട് സാദിഖലി തങ്ങൾ പങ്കെടുക്കാതിരുന്നത് അന്ന് വലിയ ചർച്ചയായിരുന്നു. ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതിൽ പ്രതികരണവുമായി പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ തന്നെ ഇന്ന് രംഗത്ത് വന്നു. പാർട്ടി വർക്കിംഗ് കമ്മിറ്റിയാണ് തനിക്ക് പ്രധാനമെന്ന് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ വിശദീകരിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് സുപ്രഭാതം ലീഗിനെ വേദനിപ്പിച്ചെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും ഇന്ന് പ്രതികരിച്ചു. സമസ്തയോട് സന്ധി വേണ്ട എന്ന് പറയാതെ പറയുകയാണ് മുസ്ലിം ലീഗ്. സുപ്രഭാതം ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടന ദിവസം തന്നെ സംസ്ഥാന കമ്മിറ്റി വിളിച്ചു ചേർത്തത് അതാണ് വ്യക്തമാക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ച സുപ്രഭാതം ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടനം ബഹിഷ്കരിച്ചാണ് ലീഗ് യോഗം കോഴിക്കോട് ചേർന്നത്. സുപ്രഭാതം പരിപാടി ബഹിഷ്കരിച്ചതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് സാദിഖലി തങ്ങളുടെ പ്രതികരണം ഇങ്ങനെ: ഇപ്പോൾ ഞങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റി ചേരുകയാണല്ലോ, ഇപ്പം അതിനാ പ്രധാനം ഇത് അതിനും നല്ല മീറ്റിംഗ് അല്ലേ. സുപ്രഭാതം ഉദ്ഘാടന തീയതി മുടിനാരിഴ കീറി പരിശോധിക്കേണ്ട എന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി. സുപ്രഭാതം പത്രം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ചില സംഭവവികാസങ്ങളൊക്കെ കണ്ടതാണ്. അത് സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. അതിൽ ഞങ്ങളുടെ ഫീലിംഗ് അവരെ അറിയിച്ചിട്ടും ബഹിഷ്കരണം ആഹ്വാനമൊന്നും ലീഗ് അതുണ്ടെങ്കിൽ പറയുമല്ലോ. അങ്ങനെയല്ല ഉള്ളത്. സുപ്രഭാതം പത്രത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത്. ആ വിഷയങ്ങൾ സമസ്തയായിട്ടുള്ള പ്രശ്നമല്ല, സുപ്രഭാതം പത്രത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി. ആ വിഷയങ്ങൾ ഇന്ന് കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ന് കമ്മിറ്റിയുടെ ദിവസമാണ് അവിടുത്തെ ഉദ്ഘാടനം. അത് ചെല്ലാൻ കഴിയില്ല. അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ വിഷയങ്ങളും ഒക്കെ അവരെ നേരിട്ട് തങ്ങൾ തന്നെ അറിയിച്ചിട്ടുണ്ട്. അല്ല, അത് അങ്ങനെ മുടിനാരി നോക്കണ്ട. സുപ്രഭാതം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനിരുന്ന കോൺഗ്രസ് നേതാക്കളെ ലീഗ് തടഞ്ഞിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സുപ്രഭാതം കത്തിച്ച സംഭവത്തിൽ പ്രതികരിക്കാൻ കുഞ്ഞാലിക്കുട്ടി തയ്യാറായില്ല. ഈ പ്രശ്നങ്ങളിൽ തൽക്കാലം ഒത്തുതീർപ്പ് വേണ്ട എന്ന നിലപാടാണ് ലീഗ് നേതൃത്വം നൽകുന്നത്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. മറ്റൊരു സ്റ്റോറിയിലേക്ക് നമ്മൾ പോകുന്നു. തിരുവനന്തപുരം കരിമടം കോളനി നിവാസികൾ നേരിടുന്ന വലിയൊരു പ്രശ്നത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയും ഞാൻ ക്ഷണിക്കുന്നത്. വീടിൻ്റെ മുറ്റം വരെ കക്കൂസ് മാലിന്യം എത്തിയതോടെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ കരിമടത്തുകാർ. മാലിന്യത്തിൻ്റെയും കൊതുകുകളുടെയും ഇടയിൽ ജീവിക്കുന്ന കുട്ടികളടക്കുന്ന കുടുംബങ്ങൾ മാറാ രോഗങ്ങളുടെ ഭീഷണിയിലാണെന്നാണ് അവിടെ നിന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കൃത്യം 7 മാസമായി കരിമടം കോളനിയിലെ കാറ്റിന് അസഹനീയമായ ദുർഗന്ധം കലർന്നിട്ട് കോളനി വഴി കടന്നുപോകുന്ന സീവേജ് പൈപ്പ് ലൈൻ പൊട്ടിയൊലിക്കുന്നതാണ് കാരണം. മാറ്റമേ ഉള്ളൂ. കണ്ടില്ലേ വന്ന് വീണോണ്ടായിരിക്കണത്. 6-7 മാസം കൊണ്ട് കിടന്ന് നരകത്തി കുട്ടികൾ കിടന്ന് അനുഭവിക്കുന്നത്. എന്നേ തുടങ്ങിയെന്നറിയാം. ഇവിടെ ആരും ഇല്ല ഇതിന് ചെയ്യാൻ. വോട്ടിന് മാത്രം വരും. ഈ കരിമടം കോളനിയോട് ചേർന്നുള്ള കരിമടം കുളത്തിനുള്ളിലാണ് ഈ നഗരത്തിലെ കുസ്മാലിന്യങ്ങൾ കൊണ്ടുപോകുന്ന ഡ്രെയിനേജ് പൈപ്പ് പോകുന്നത്. ഇവിടെയാണ് അതിൻ്റെ മാൻഹോൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ മാൻഹോൾ പൊട്ടി ഒലിച്ചാണ് ഈ കുളത്തിലേക്ക് മാലിന്യങ്ങൾ വീഴുന്നത്. വിറകടുപ്പിൽ തയ്യാറാക്കുന്ന ലത്തീഫയുടെ ചായയോട് കരിമടത്തുകാർക്ക് പ്രത്യേക പ്രിയമുണ്ട്. കച്ചവടം നന്നായപ്പോൾ കട കോളനി കവാടത്തിനടുത്തേക്ക് മാറ്റി. ഞാൻ ചായത്തട്ട് വെച്ചിട്ട് 10-24 വർഷമായി. അത് മുമ്പ് ഫ്രണ്ടിലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 6 വർഷമാകും. പക്ഷെ നല്ല ചായ ആയിരുന്നു. ആൾക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ഈ കുളത്തിൻ്റെ പ്രശ്നം മാറ്റുമായതുകൊണ്ട് ഇപ്പം ആൾക്കാർ ഒരുപാട് പേര് വരുന്നില്ല. പിന്നെ എന്നെ അറിയത്തൊക്കെ കുറച്ച് പേര് മാത്രം വരും. ഇല്ല, രാവിലെയൊക്കെ ഭയങ്കര മാറ്റമുണ്ട്. ഇരിക്കാൻ പറ്റും. ഭയങ്കര സ്മെല്ലാണ്.
രാവിലെ വൈകുന്നേരം ആകുമ്പോഴുണ്ട്. ഈ ചെറുകടികൾ വിറ്റുകെട്ടുന്നതിൽ നിന്ന് ഒരു പങ്ക് പോകുന്നത് ജമീലയുടെ ഭർത്താവിന്റെ ചികിത്സയ്ക്കാണ്. പക്ഷേ ഇപ്പോൾ വരവ് കുറഞ്ഞു. പിന്നെ ജീവിക്കാൻ വഴിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇത് ചെയ്യുന്ന ഇതിലൊക്കെ നീച്ചൊക്കെ ഇരിക്കും. അപ്പം പേടികൊണ്ട് മൂടിയൊക്കെയാണ് വയ്ക്കുന്നത്. അതായത് ഈ ഡ്രെയിനേജ് കുളം മാത്രമല്ല, വീടുകളിൽ നിറയുമ്പോൾ പൊട്ടിയ ഈ വഴി നടന്നു പോകുന്ന വഴിയിലൊക്കെ മുമ്പ് അങ്ങനെ വെള്ളം ഒലിച്ച് പോകുമായിരുന്നു. അപ്പോൾ ഇവിടെ വേറൊരു പാർട്ടി ഇങ്ങനെ പൈസകൾ പിരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ആൾ വെച്ച് നന്നാക്കും. മഴ വരുമ്പോഴത്തേക്ക് കൂടെ അലുമ്പാണ്. ആശുപത്രി ഒഴിഞ്ഞൊരു നേരമില്ല കുട്ടികൾക്കും മുതിർന്നവർക്കും. ഡെങ്കിയും മഞ്ഞപ്പിത്തവും കൂടുന്നു. ആരോഗ്യവകുപ്പ് ജാഗ്രതാ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇവിടെ ഒരു ആണുങ്ങളൊന്നും ഇല്ല മക്കളെ. ഞാനും എൻ്റെ ഒരു മോളും 3 കൊച്ചു കുട്ടികളെ ഉള്ളൂ കേട്ടോ. നമ്മൾ പിന്നെ എന്തിനു നമുക്ക് വേറെ കിടക്കാടല്ലേ. ഞങ്ങൾ 40 വർഷം മുമ്പേ അപ്പുറത്ത് നല്ലൊരു വീടൊക്കെ വെച്ച് കിടന്നവരാണ്. അതിനെയൊക്കെ ഇടിച്ച് കളഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മുറിയും ഒരു ഇത്രയുള്ള അടുക്കളയും ബാത്റൂമുകളും കെട്ടി തന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ മോൻ വരെ മരിച്ചത്. തളർന്ന് കിടന്നത് ഈ നാറ്റം കേട്ട്. നഗരത്തിലെ പാവപ്പെട്ടവർക്കുള്ള അടിസ്ഥാന സേവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2010 കരിമടത്ത് ഫ്ളാറ്റുകൾ പണിതത്. സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ റൂറൽ ഡെവലപ്മെന്റിനായിരുന്നു നിർമ്മാണ ചുമതല. കരാറനുസരിച്ച് കോളനിക്കുള്ളിലെ സീവേജ് പൈപ്പ് ലൈൻ തകരാറിലായാൽ ഉത്തരവാദിത്തം നിവാസികൾക്കെന്നാണ് ഇവരുടെ വിശദീകരണം. എന്നാൽ ആവർത്തിച്ച് പ്രശ്നമുയർത്തിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പൊതുപ്രവർത്തകനായ ചാല മോഹനൻ പറയുന്നു. ഇപ്പോൾ ഈ കെട്ടിടം നിർമ്മിച്ച കോസ്കോഡ് എന്ന് പറഞ്ഞ നിർമ്മാണ കമ്പനിയുടെ സാജൻ അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹം പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്ത് ശരിയാക്കിക്കോ, ഇത് എൻ്റെ ജോലിയല്ല, ഇനി ഞാൻ ശരിയാക്കി തരില്ല. പക്ഷേ അദ്ദേഹം ഈ കെട്ടിടം ഈ പുതിയ കെട്ടിടങ്ങൾ എന്ന് ഇവിടെ പണി തുടങ്ങിയോ അതിന് 1 മാസത്തിന് ശേഷം ഇവിടെ ഡ്രെയിനേജ് സ്ഥിരം പൊട്ടാറുണ്ട്. ഈ പൈസകളെല്ലാം ഇവിടുത്തെ താമസക്കാർ 4000 7000 ഷെയർ ഇട്ടാണ് ഈ ഡ്രെയിനേജുകൾ നന്നാക്കാറുള്ളത്. തുടർച്ചയായി സീവേജ് പൈപ്പ് ലൈൻ പൊട്ടുന്നതിന് കാരണം താഴ്ന്ന പ്രദേശമായതുകൊണ്ടെന്നാണ് ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് പിന്നിലെന്ന് വാർഡ് കൗൺസിലറും വിശദീകരിക്കുന്നു. ശുദ്ധവായുവും ശുദ്ധമായ വെള്ളവുമൊക്കെ ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ്. അത് ഉറപ്പാക്കേണ്ടത് ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്വവും. പക്ഷേ കരിമടത്തെ ജനങ്ങൾക്കത് 1 വർഷമായി നിഷേധിക്കപ്പെടുന്നു. തിരുവനന്തപുരത്ത് നിന്നും അഭിലാഷ് തൊഴുവങ്കോടിനൊപ്പം അജീഷ് കുമാർ, 24. പൊതുജനം കഴുതയല്ല സാർ. ഭാരതപ്പുഴയുടെ ദേശമംഗലം ഭാഗത്ത് മുങ്ങി മരിച്ച 2 കുട്ടികളുടെ വിശദാംശങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഒരാൺകുട്ടി വിക്രം 16 വയസ്സുണ്ട്. ചിച്ചിര പെൺകുട്ടിയാണ് 14 വയസ്സുണ്ട്. ഇന്ത്യ നേപ്പാൾ ബോർഡറിൽ നിന്ന് വന്ന അതിഥിത്തൊഴിലാളികളുടെ മക്കളാണ് ഈ 2 കുട്ടികളും. അമ്മ സുധ വറവട്ടൂരിലെ കന്നുകാലി ഫാമിൽ ജോലി ചെയ്യുകയാണ്. ഒഴുക്കിൽ പെട്ടുപോവുകയായിരുന്നു ഭാരതപ്പുഴയിലെ കുട്ടികൾ. ഇനി നമുക്ക് ഈ കരിമടം കോളനിയിലെ പ്രശ്നത്തിലേക്കുള്ള ജനകീയ പ്രതികരണങ്ങളാണ്. അധികാരമൊന്നുമല്ല, മൂക്കു പൊത്താതെ വീടിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് കരിമടത്തുകാർ ചോദിക്കുന്ന ചോദ്യം. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. കാറ്റടിച്ച് അവിടെ ഇരിക്കാൻ പറ്റില്ല. ആരെങ്കിലും സഹായിക്കാൻ വന്നാൽ അവരെ കൂടെ വന്ന് ചെയ്യാന്നൊക്കെ നിൽക്കും. പക്ഷേ കാര്യത്തിലൊന്നുമില്ല. 1 വർഷം കൊണ്ട് ഈ ഡ്രെയിനേജ് പൊട്ടിപ്പോയാണ്. കൊച്ചു പിള്ളേരെ വരെ ഹോസ്പിറ്റലും കാര്യമായിട്ടാണ് ആ ഭാഗത്ത് താമസിക്കുന്ന കൂടുതലായിട്ട്. ഈ സംഭവം ഞങ്ങൾ കൗൺസിലറെ അറിയിച്ചിട്ടുണ്ട്, കോർപ്പറേഷനിൽ അറിയിച്ചിട്ടുണ്ട്. ഇതിനായിട്ട് ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. അതിന് കാറ്റടിക്കുന്നത് ഇതിന് നാറ്റമാണ്. എന്ന് രാസം പൊട്ട് ഈ വീട്ടിലെ ദേശം എന്ന് സൂക്കറും രാസം പൊട്ടും തന്നെ. നിങ്ങൾക്കറിയുന്ന പോലെ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. വലിയ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല, ജാഗ്രത നമ്മൾ പാലിച്ചാൽ മതി. ഷെമി പറഞ്ഞു, DRSK ചില മനുഷ്യർ ഷാ എന്ന അക്ഷരം ഷാ എന്ന് ഉച്ചരിക്കുന്നുണ്ട്. താങ്കളെങ്കിലും അങ്ങനെ ചെയ്യല്ലേ. ഷിഗാബ് എന്നല്ല, ഷിഗാബ് എന്ന് തന്നെ പറയണം. എനിക്കൊന്ന് പണക്കാട് ഷിഗാബ് തങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു താങ്കൾ അല്ലേ സാദിഖലി ഷിഗാബ് തങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴല്ലേ. ഞാൻ ശ്രദ്ധിക്കാം, തീർച്ചയായിട്ടും ഞാൻ ഷിഗാബ് എന്ന് തന്നെ പറയാം. തൃശ്ശൂർ അതിരപ്പള്ളിയിൽ കാട്ടാനയെ പ്രകോപിപ്പിച്ച വിനോദസഞ്ചാരികൾക്ക് നേരെ പോലീസിൻ്റെ കേസുണ്ടായി. തമിഴ്നാട്ടിൽ നിന്ന് എത്തിയ ഒരു 7 അംഗ സംഘമാണ് കാട്ടാനയെ പ്രകോപിപ്പിച്ചത്. ആനയെ പ്രകോപിപ്പിക്കുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കാണാം നമുക്ക്. സൂരജ് സജി, യഥാർത്ഥത്തിൽ ഈ ആനയെ പേടിയില്ലാത്ത കൂട്ടരാന്ന് തോന്നുന്നല്ലേ ഇവര്? എന്തൊക്കെയാണ് വിവരങ്ങൾ? SK, ഇതൊരു പന്തയം വെച്ച് ആനയെ പ്രകോപിപ്പിച്ചതാണ്. അതായത് ആനയുടെ അടുത്ത് പോയി നിൽക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ച് ഈ 7 അംഗ സംഘത്തിൽപ്പെട്ട ആളെ സൗഖ്യത്തിനെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുകയായിരുന്നു. ആനയ്ക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്
ലഡുവും ജിലേബിയും ഉൾപ്പെടെ കൊടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ആനയ്ക്ക് പഴം അങ്ങനെയുള്ള മധുരപലഹാരങ്ങളെല്ലാം തന്നെ നൽകി ഈ ആനയുടെ അടുത്തേക്ക് ചെല്ലുകയായിരുന്നു. ആ സമയത്ത് ആന പ്രകോപിതനാവുകയും പിന്നാലെ പാഞ്ഞെടുക്കുകയും ചെയ്തു. ഈ സമയം അതുവഴി വന്ന മറ്റൊരു സഞ്ചാര സംഘമാണ് ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പകർത്തിയത് ഇന്നലെ വൈകുന്നേരമായിരുന്നു ഈ സംഭവം നടക്കുന്നത്. പിന്നീട് ഈ ദൃശ്യങ്ങൾ പകർത്തിയ സംഘം തന്നെ ഈ വിവരം വനം വകുപ്പിനെ കൈമാറുകയായിരുന്നു. തുടർന്ന് വനം വകുപ്പ് ഇവരെ കണ്ടെത്തി. അതായത് ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള 7 അംഗ സംഘം പിന്നീട് അതിരപ്പള്ളിയിലേക്ക് എത്തുമ്പോൾ അവരെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. അതിൽപ്പെട്ട സൗക്കത്ത് എന്ന ആളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ബാക്കി 6 പേർക്ക് കോടതി ജാമ്യം നൽകുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SKN, ഇത് പ്രധാനപ്പെട്ട ഒരു ആനത്താരയാണ്. പ്രത്യേകിച്ച് ഈ മലയാറ്റൂർ ഡിവിഷനിൽ നിന്ന് ആനകൾ ഈ വാഴച്ചാൽ ഡിവിഷനിലേക്ക് എത്തും. ഈ വാഴച്ചാലിൽ നിന്ന് ഈ പറമ്പിക്കുളത്തേക്കുള്ള ആനത്താരയാണ്. അത് പ്രത്യേകിച്ച് ഈ ആനകളുടെ ഒരു കുടിയേറ്റ പാത എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇടക്കാലത്ത് ആനകൾ സഞ്ചരിക്കുകയും തിരിച്ചു വരികയും ചെയ്യുന്ന പ്രധാന പാതയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച് വനംവകുപ്പിനെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രധാന പാതയിൽ അല്ലെങ്കിൽ ആനകളുടെ പ്രധാന ഇടത്താണ് ഇത്തരത്തിൽ ഒരു പ്രകോപനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് കർശനമായ നടപടികളിലേക്ക് കടന്നത് എന്നുള്ളതാണ് വനംവകുപ്പുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്ന SK. ഓക്കെ, സൂരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത്. ഇതൊക്കെ കാട്ടുമൃഗങ്ങളാണ് എന്നൊരു ചിന്ത നാട്ടുകാർക്ക് വേണം. കാരണം നമ്മൾ പഴമൊക്കെ ആയിട്ട് വളരെ സ്നേഹത്തോടെ ചെന്നാൽ ചിലപ്പോൾ ജീവൻ ബാക്കി കാണില്ല. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് ഇപ്പോൾ ഒരു കാര്യം അറിയിക്കുന്നു. ഭാര്യയെ ഭർത്താവ് കുത്തി പരിക്കേൽപ്പിച്ചു. ചേർത്തല പള്ളിപ്പുറത്താണ് ഈ സംഭവം നടന്നത്. പള്ളിപ്പുറം 16-ാം വാർഡിൽ വല്യവെളിയിൽ അമ്പിളി രാജേഷിനാണ് കുത്തേറ്റത്. പള്ളിച്ചന്തയിൽ വെച്ചാണ് ഭർത്താവ് രാജേഷ് ഭാര്യയെ കുത്തിയത്. ഗുരുതരാവസ്ഥയിലായ അമ്പിളി ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. കളക്ഷൻ ഏജന്റായ അമ്പിളിയെ വഴിക്ക് വെച്ചാണ് ഭർത്താവ് വയറ്റിൽ കുത്തിയത്. വയറ്റിൽ ആഴത്തിൽ മുറിവേറ്റ അമ്പിളിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നുവെന്നാണ് മനീഷ് മഹിപാൽ അറിയിക്കുന്നത്. എന്താ നമ്മുടെ നാട്ടിലെ കഥ. മറ്റൊരു വാർത്തയിലേക്ക്. ജ്ഞാനായ യാക്കോബായ സുറിയാനി സഭ മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മാർ സേവറിയോസിനെ സസ്പെൻഡ് ചെയ്ത നടപടി കോടതി സ്റ്റേ ചെയ്തു. കോട്ടയം മുനിസിപ്പൽ കോടതി 2-ൻ്റേതാണ് ഈ ഉത്തരവ്. മെത്രോപൊലിത്തെ അനുകൂലിക്കുന്നവർ നൽകിയ ഹർജിയിലാണ് മുനിസിപ്പൽ കോടതിയുടെ ഉത്തരവ്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് മറ്റു വിവരങ്ങൾ നൽകുന്നു. ടോബി, പറയൂ. SKN മുനിസിപ്പൽ കോടതി 2-ൻ്റേതാണ് ഈ ഒരു ഉത്തരവ്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ സഭയിൽ തർക്കം തുടരുകയാണ്. പാത്രിയാർക്കീസ് ബാവ സമുദായ മെത്രാനെതിരെ ഒരു നടപടി സ്വീകരിച്ചിരുന്നു. അദ്ദേഹത്തെ ചുമതലകളിൽ നിന്ന് മാറ്റുന്ന ഒരു നടപടിയിലേക്ക് പോയി, സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയിലേക്കാണ് പോയത്. അതിനെതിരെ സഭ അസോസിയേഷനും അതുപോലെ തന്നെ ഒരു വിഭാഗം വിശ്വാസികളും പ്രതിഷേധവുമായി രംഗത്തെത്തുകയും അവർ അതിനെ നിയമപരമായി നേരിടാൻ കൂടി തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഒരു ഹർജി കോടതിയിൽ നൽകിയത്. ആ കോടതി ഹർജിയിലാണ് ഇപ്പോൾ ഒരു താൽക്കാലിക ഉത്തരവ്, ഒരു അന്തിമ വിധി വരുന്നത് വരെ ഈ ഉത്തരവ് സ്റ്റേ ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അന്ത്യോക്യ പാത്രിയാർക്കീസിനെ എതിർക്കുകയാണ് ഒരു വിഭാഗം. അന്ത്യോക്യ സിംഹാസനത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഈ പാത്രിയാർക്കീസ് ബാവയുടെ നിലപാടുകളെയാണ് ഈ സമുദായ മെത്രാൻ അനുകൂലിക്കുന്നവർ എതിർക്കുന്നത്. അതിനുള്ള ഒരു കാരണം ഈ സഹായ മെത്രാന്മാരുടെ നിലപാടുകളാണ്. അവർ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് സമുദായ മെത്രാപ്പൊലീത്ത പറയുന്നത്. അതേസമയം സമുദായ മെത്രാപ്പൊലീത്തയും മറ്റ് വിശ്വാസികൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള നീക്കം നടത്തുന്നു എന്നാണ് ആരോപണം. എന്തായാലും ഈ തർക്കം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ. ഞങ്ങളുടെ സ്പോർട്സ് ഡെസ്കിലെ അനിൽ വാസുദേവ് ഇപ്പോൾ ഒരു വാർത്ത അറിയിക്കുന്നു. മഴ മൂലം ബംഗളൂരു ചെന്നൈ മത്സരം നിർത്തിവെച്ചു. ബംഗളൂരു 3 ഓവറിൽ 31 റൺസ് എന്ന നിലയിൽ നിൽക്കുമ്പോഴാണ് മഴ എത്തിയത്. ഇനി നമ്മൾ കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് പോകുന്നു. കേസ് ഡയറി. അധോലോക സംഘങ്ങൾ അടക്കി വാഴുന്ന ലഹരി സംഘങ്ങളുടെ സ്വൈര്യ വികാരം കേന്ദ്രമായി കൊച്ചി നഗരം മാറുന്നുണ്ടോ? പുറത്തുവരുന്ന വാർത്തകൾ കേട്ട് പൊതുജനം അന്തിച്ചു നിൽക്കുകയാണ്. അവരെ നമുക്ക് അങ്ങനെ പേടിച്ചു പോയാലും തെറ്റ് പറയാൻ കഴിയില്ല. കൊച്ചി എളമക്കരയിൽ നിന്ന് മാരക മയക്കുമരുന്നുകളുമായി ഇന്ന് പിടിയിലായത് 6 അംഗ സംഘം. പ്രതികളായ ഒരാൾ യുവതിയാണ്. അവർ മോഡലിങ്ങിൻ്റെ മറവിലാണ് ഈ ലഹരി മരുന്ന് കച്ചവടം കുറച്ച് കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്ഭുതപ്പെടേണ്ട, കൊച്ചിയിലെ ലഹരി കച്ചവടത്തിൻ്റെ പിന്നിലൊക്കെ തന്നെ സ്ത്രീ സാന്നിധ്യവുമുണ്ട് എന്ന വാർത്തകളാണ് വരുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലമായി മോഡലിംഗ് രംഗത്ത് സജീവമാണ് എറണാകുളം വരാപ്പുഴ സ്വദേശിനി 22 വയസ്സുകാരി അൽക്കാബോണി. ഇന്ന് എളമക്കരയിൽ പിടിക്കപ്പെട്ട ലഹരി സംഘത്തിൻ്റെ മാസ്റ്റർ ബ്രെയിൻ. കൊച്ചിയിൽ വലിയ സുഹൃത്ത് ബന്ധമാണ് അൽക്കയ്ക്കുള്ളത്. ഇതുവഴിയാണ് ലഹരിയുടെ ലോകത്തേക്കുള്ള ചുവടുവയ്പ്.
കലൂർ കറുകപ്പള്ളിയിലെ ലോഡ്ജ് കേന്ദ്രീകരിച്ചായിരുന്നു ലഹരി കച്ചവടം. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കഴിഞ്ഞ കുറേ മാസങ്ങളായി പോലീസിന്റെ മൂക്കിന് താഴെ നിന്ന കൊച്ചിയിലെ യുവാക്കളിലേക്കും വിദ്യാർത്ഥികളിലേക്കും ലഹരി ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നത് ഇവിടെ നിന്നാണ്. കഞ്ചാവ്, MDMA, മെത്താഫിറ്റമിൻ, കൊക്കെയിൻ ഇങ്ങനെ നീളുന്നു കലൂരിലെ ലോഡ്ജിൽ നിന്ന് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളുടെ പേരുകൾ. ഉറവിടം ബാംഗ്ലൂരാണ്. ഇക്കാലം അത്രയും പിടിക്കപ്പെടാതെ ലഹരി കച്ചവടം നടത്തിയതിനു പിന്നിലും കൃത്യമായ ആസൂത്രണമുണ്ട്. ഇടനിലക്കാരില്ലാതെയാണ് ലഹരി വസ്തുക്കൾ കൊച്ചിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. അതായത് ബാംഗ്ലൂരിലെ ലഹരി മാർക്കറ്റുകളുമായി യുവാക്കൾക്കുള്ളത് നേരിട്ടുള്ള ബന്ധം. ലോഡ്ജിലെ പരിശോധനയിൽ പോലീസ് കണ്ടെടുത്തത് ലഹരി പദാർത്ഥങ്ങൾ മാത്രമല്ല, ഇക്കാലം അത്രയും വിറ്റഴിച്ച ലഹരി കണക്കുകളും കൃത്യമായി എഴുതി സൂക്ഷിച്ചിരുന്നു സംഘം. ഉടനടി പണം നൽകാനില്ലാത്തവർക്ക് തവണ വ്യവസ്ഥയിലും ലഹരി നൽകിയിരുന്നുവെന്ന് കണക്ക് പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. ആരൊക്കെ ഇടപാടുകാരായിരുന്നു എന്നതുൾപ്പെടെ നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. ഇതിനൊക്കെ ഉത്തരം കിട്ടണമെങ്കിൽ പിടിക്കപ്പെട്ടവരുടെ സിരകളിലോടുന്ന ലഹരി തിരിച്ചിറങ്ങുക തന്നെ വേണം. വേരോടറുത്താലും മുളച്ചു പൊന്തുന്ന ലഹരി സംഘങ്ങൾ കൊച്ചിയെ കുറ്റകൃത്യങ്ങളുടെ പറുദീസയാക്കുകയാണ്. കൊച്ചിയിൽ നിന്നും മുഹമ്മദിനൊപ്പം അശ്വിൻ പാലാഴി, 24.